അവസാന വർഷ BSc നഴ്സിംഗ് വിദ്യാർത്ഥികളായിരുന്നു ഞങ്ങളുടെ എക്സാമിന്റെ സമയത്ത് പഠിക്കാൻ ഞങ്ങൾക്ക് തീരെ സമയം കിട്ടിയില്ല. അത് കിട്ടൂല. മനസ്സിലായി, മാതാവ് ഒരാൾ മാത്രമേ ഇനി സഹായിക്കാനായിട്ടുള്ളൂ എന്ന്. എല്ലാ ദിവസവും രാവിലെ ഞങ്ങൾ മറ്റേ പ്രത്യക്ഷീകരണ പ്രാർത്ഥന തിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കും. പിറ്റേന്ന് രാവിലെ പരീക്ഷയ്ക്ക് പോണതിന്റെ അന്ന് രാവിലെ ഞങ്ങൾ പ്രാർത്ഥിച്ച സമയത്ത് തിരിയിൽ വന്ന രൂപം ഇത്, ഒരു പൂവിന്റെ രൂപം. കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസമായി. ഉപ്പ് ഞങ്ങൾ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു മാതാവിന്റെ. ഇരിക്കുന്ന സീറ്റിൽ വെറുതെ വെതറിയിട്ട് നിങ്ങൾ പരീക്ഷ എഴുതി കഴിയുമ്പോൾ പേപ്പറിലും ഒരു കുരിശ് വരച്ചാൽ മതി, അത്രയും ചെയ്താൽ മതി, ബാക്കി മാതാവ് നോക്കിക്കോളൂന്ന്. അത്ഭുതം എന്ന് പറയട്ടെ, കുറച്ച് ദിവസം മുമ്പായിരുന്നു ഞങ്ങളുടെ റിസൾട്ട് വന്നേ. ഞങ്ങളുടെ ബാച്ചില് 45 പേരാണ് റെഗുലർ എക്സാം എഴുതിയേ. ഞങ്ങൾ 45 പേരും ജയിച്ചു. എന്തിനാ മാതാവേ പഠിക്കാത്ത പിള്ളേരൊക്കെ പാസ്സാക്കണേ? എന്നിട്ട് ഉപ്പ് കുതിരാത്ത പിള്ളേരൊക്കെ മൂഞ്ചിച്ചു അല്ലേ മാതാവേ? ഒരേ അന്ധവിശ്വാസമായി നടക്കാം. പ്രത്യക്ഷീകരണ പ്രാർത്ഥന തിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കും. പിറ്റേന്ന് രാവിലെ ഒരു മിനിറ്റ് മാതാവേ, ഈ ഉപ്പ് കല്ലുപ്പാണോ അതോ പൊടിപ്പാണോ? അടുത്ത മാസം ഒരു PSc എക്സാം വരാൻ വരുന്നുണ്ടേ, എല്ലാத்தைയും